ഉസ്താദെ, വീട്ടിലൊരു സമാധാനമില്ല. എൻ്റെ വീട് കയറുമ്പോൾ തന്നെ വല്ലാത്ത ഒരു വിമ്മിഷ്ടമാണ്. ആ വീട്ടിലേക്ക് കയറുമ്പോൾ എന്തോ ശല്യങ്ങളുള്ള പോലെ എനിക്ക് തന്നെ തോന്നാറുണ്ട് എന്ന് പലർക്കും അനുഭവപ്പെടാറുള്ള ഒരു കാര്യമാണ്. വീട്ടിൽ നിന്നുള്ള എല്ലാ ഷർറുകളും ശൈത്വാനിയത്തുകളും എടുത്തു മാറ്റാൻ നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു സൂറത്ത് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലുണ്ട്. ഏതാണ് ആ സൂറത്ത് എന്ന് നമുക്ക് പഠിച്ചാലോ? ശൈത്വാനിനെ നമുക്ക് കണ്ടം വഴി ഇറങ്ങി ഓടിക്കാൻ സാധ്യമാകുന്ന തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്വാനിനെ ആട്ടി ഓടിക്കുന്ന തരത്തിലുള്ള പുണ്യമാക്കപ്പെട്ട സൂറത്ത് നമുക്ക് പഠിക്കാം. ഏതാണെന്ന് ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖൈറിന്റെ അഹ്ലുകാരിൽ നമ്മയൊക്കെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾക്ക് എപ്പോഴും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഒരു കാവലില്ലാത്ത അവസ്ഥ, ഒരു അപകടം, ഒരു ഭയം, ഒരു പേടി, എവിടെ നിന്നില്ലാതെ അപകടങ്ങൾ ഇങ്ങനെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അത് സംരക്ഷണമില്ലാത്തതിൻ്റെ കാരണത്താലാണ്. അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ പ്രിയപ്പെട്ടവരെ പുണ്യമാക്കപ്പെട്ട ഒരു ആയത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 70,000 മലക്കുകളുടെ സംരക്ഷണം നൽകാൻ കാരണമാകുന്ന ഒരു ആയത്താണ്. ഒന്നും പിന്നെ ഉണ്ടാകൂല, യാതൊരു തരത്തിലുള്ള അപകടങ്ങളും പിന്നെ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അത്രയേറെ നമുക്ക് കാവലാകുന്ന പുണ്യമാക്കപ്പെട്ട ആയത്ത് ഏതാണെന്ന് നമുക്ക് പഠിച്ചാലോ? ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനിക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് വീട് എന്ന് പറയുന്നത്. വീട് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറയുന്നത്, ഒരു മനുഷ്യനിക്ക് അല്ലാഹു വീട് തയ്യാറാക്കിയിരിക്കുന്നത് അത് അവനിക്ക് ശാന്തത ഉണ്ടാക്കാനും അവനിക്ക് സമാധാനം ഉണ്ടാക്കാനും അവനിക്ക് മനസമാധാനത്തിൻ്റെ കേന്ദ്രമാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സമാധാനമില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നമ്മൾ ലക്ഷങ്ങൾ മുടക്കി വെച്ച വീടായിരിക്കാം. ആ വീട്ടിലേക്ക് ചെന്ന് കിടക്കുമ്പോൾ സമാധാനം കിട്ടണില്ല. എവിടെന്നെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ, ഒരു ശൈത്വാനിയത്ത്, ഒരു ഉപദ്രവം, അതിൽ നിന്നൊക്കെ പരിപൂർണമായ കാവൽ ലഭിക്കാൻ, ശൈത്വാനിനെ ഇറക്കി ഓടിച്ചു വിടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു സൂറത്തുണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്ന സുന്ദരമായ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിക്കാം. മഹാനായ ഇമാം ദാരിമി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ശൈത്വാനിന്റെ ഉപദ്രവം നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ചെറിയ കാര്യമല്ല. അതൊരു മനുഷ്യനെ മാനസികമായിട്ട് തളർത്തിക്കളയുന്ന, ശാരീരികമായിട്ട് പോലും പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഈ പറയപ്പെട്ട ശൈത്വാനിയായ ഉപദ്രവം എന്ന് പറയുന്നത്. നമ്മളൊക്കെ വീട് വെച്ച് അതിനകത്തോട്ട് കയറി കിടക്കുന്നത് സമാധാനം സിദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സമാധാനമില്ലെങ്കിൽ ഒരു മനുഷ്യന്റെ എല്ലാം തകർന്നു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ സൂറത്ത് നമുക്ക് പഠിക്കാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം, മാ മിൻ ബൈത്തിൻ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ഇല്ലാ ഖറജ മിൻഹു ശൈത്വാനു വലഹു ദുറാത്തുൻ. നബി പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും ഒരാള് ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ, ഏത് സൂറത്താ? സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ എന്ന് പറയുന്നത് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ്, ഏറ്റവും വലിയ സൂറത്ത്. ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ശൈത്താനെന്നല്ല, ആ വീട്ടിൽ പിന്നെ ഒരു ഷർറും ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആനാണല്ലോ, മറ്റെല്ലാത്തിനേക്കാളും എഫക്റ്റുള്ള കാര്യമാണല്ലോ. വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കാത്തവരായിട്ട് ഒരു മുസ്ലിമും ഈ ലോകത്തുണ്ടാവുകയില്ല. ആ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന മനുഷ്യനിക്ക് അള്ളാഹു പരിപൂർണ കാവലാണ്. അവൻ്റെ വീട്ടിന് കാവൽ, അവൻ്റെ ജീവിതത്തിന് കാവൽ, അവൻ്റെ ഭാവി കാവൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല നൽകും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഹദീസ് നോക്കിക്കോളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ ബഖറ ഒരു വീട്ടിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ
ഖറജ മിൻഹു ശൈത്വാൻ, ശൈത്വാൻ ഓടിപ്പോകുന്നതാണ്. ശൈത്വാൻ ഇറങ്ങി ഓടും. വലഹു ദുറാത്തുൻ, കീഴ്വായു വിടുന്നവനായ നിലയിൽ. ആ ശൈത്വാൻ കീഴ്വായു വിടുന്ന രൂപത്തിൽ ഇറങ്ങി ഓടുന്ന, പേടിച്ചിരണ്ട് ബഹളമുണ്ടാക്കി അപശബ്ദങ്ങൾ ഉണ്ടാക്കി വളരെ പേടിയോടുകൂടി ശൈത്താൻ ഇറങ്ങി ഓടും. അതാണ് സൂറത്തുൽ ബഖറയുടെ പവർ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു സംരക്ഷണ കവചമായി ലഭിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുന്ന ഒരു ആയത്തും കൂടി അവിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ ബഖറയിലുണ്ട്. ഏതാണ് ആയത്തെന്നറിയോ? ആയത്തുൽ കുർസിയാണ്. ഈ ആയത്തുൽ കുർസി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊരു വല്ലാത്ത ശക്തിയാണ്, ബലമാണ്, പവറാണ്. ഈ ആയത്തുൽ കുർസി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ ഓതിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ തിരിച്ചു വരുന്നത് വരെ അവനിക്ക് 70,000 മലക്കുകളുടെ സംരക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളതാണ്. 70,000 മലക്കുകളുടെ സംരക്ഷണം. അഥവാ മുൻ നിശ്ചയിച്ച പ്രകാരം എങ്ങാനും ആ പോകുന്ന വഴിയിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് നൽകുമെന്നറിയോ? പരിപൂർണമായ ഷഹീദിന്റെ പ്രതിഫലം നൽകും. പുണ്യമാക്കപ്പെട്ട ആയത്തുൽ കുർസി പാരായണം ചെയ്തിട്ട് ഇറങ്ങുന്ന മനുഷ്യന്റെ പ്രതിഫലമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, 70,000 മലക്കുകളുടെ സംരക്ഷണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തുന്നത്. ഇനി എങ്ങാനും നേരത്തെ തീരുമാനിച്ച പ്രകാരം എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഹീദിന്റെ കൂലി ആ മനുഷ്യനിക്ക് നൽകുമെന്നുള്ളതാണ്. എത്ര വലിയ കൂലിയാണ് പ്രിയപ്പെട്ടവരെ! ഏതായാലും നമുക്ക് ഖൈറാണ്. അപ്പോൾ ആയത്തുൽ കുർസി ജീവിതത്തിൽ പാരായണം ചെയ്ത് പതിവാക്കുക. അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി പാരായണം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു പ്രാവശ്യം ആയത്തുൽ കുർസി പാരായണം ചെയ്ത് ഓതിക്കഴിഞ്ഞാൽ, ആയത്തുൽ കുർസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ 70,000 മലക്കുകളെ അള്ളാഹുവിന് സംരക്ഷണം ഏർപ്പെടുത്തും. അതിന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാത്ത സമയങ്ങളിലാകട്ടെ. അപ്പൊ സംരക്ഷണമാണ്. എന്തെടുത്ത് വെച്ച് നോക്കിയാലും ആയത്തുൽ കുർസി സംരക്ഷണമാണ്. അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് വലിയതായ 2 ഇൽമുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എല്ലാ ദിവസവും നമ്മൾ ഇൽമുകൾ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ദിവസം ഒരു 10 മിനിറ്റ് ഈ ഇൽമു പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ മാറ്റിവെക്കണം. പ്രിയപ്പെട്ടവരെ, ദിവസവും ഒരു 10 മിനിറ്റ് മതിയല്ലോ. നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ. ഏതായാലും ഈ 10 മിനിറ്റ് നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവുകയില്ല. 10 മിനിറ്റും പലപ്പോഴും നമ്മൾ വീഡിയോ പോകാറില്ല. 9 മിനിറ്റ്, 8 മിനിറ്റ്, 8.5 മിനിറ്റ് ഒക്കെ പോകാറുള്ളൂ. അപ്പോൾ പരമാവധി 10 മിനിറ്റിനുള്ളിലാണ് നമ്മുടെ ക്ലാസ് നമ്മൾ നിർത്തുക. അപ്പോൾ ഈ ക്ലാസ് എന്നും ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാവുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഇൻഷാ അല്ലാഹ് ഓരോരുത്തരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. കാര്യം നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവർ ഈ ഇൽമ കേട്ടിട്ട് അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം തരും. ഉറപ്പാണ്. ഈ പറയുന്ന എനിക്കും പ്രതിഫലം കിട്ടും. അള്ളാഹു ആ ഒരൊറ്റ നിയ്യത്തിന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് എന്നൊന്നും നിലനിർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി നിർത്തട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.